മിറക്കിൾ മേക്കേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻഡ്ഫുൾ ജേർണിയുടെ ഫാമിലി മെമ്പർ ആകാത്തവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഫാമിലി മെമ്പർ ആയിക്കൊണ്ട് തന്നെ വീഡിയോസ് കാണുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യമുള്ള ടോപ്പിക്സുകളും കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുവാനും സറണ്ടർ ചെയ്യുവാനും പഠിച്ചിട്ടുണ്ടോ? അതാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് നേരം അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത തോട്ട്സുകൾ വരും. പുതിയ പുതിയ ഐഡിയാസ് അതിനകത്ത് കയറി വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു വീട് വാങ്ങുന്ന സ്വപ്നത്തിനെ കുറിച്ചായിരിക്കാം അട്രാക്ട് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു വീട് വാങ്ങുന്നതിന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ സ്കിപ്പായിട്ട് നിങ്ങളുടെ പേരൻസിനെ കാണും. അവിടെ നിന്ന് നിങ്ങൾ സ്കിപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും. അപ്പോഴൊക്കെ നിങ്ങളുടെ വീട് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ആ ഒരു സബ്ജക്റ്റിനകത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഇങ്ങനെ വാങ്ങുന്നതായിട്ട് തന്നെ ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു എനർജി നിങ്ങളിങ്ങനെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് വളരെ പവർഫുള്ളോടുകൂടി, വളരെ ഫീലിങ്സോട് കൂടി തന്നെ ആ ഒരു സിറ്റുവേഷനെ ചിന്തിക്കുക, നിങ്ങളുടെ ആഗ്രഹത്തിനെ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളത് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക, അതിനെ വിടുക. ആ ഒരു സബ്ജക്റ്റിൽ നിന്നും മാറിയിട്ട് അതിനാണ് നമ്മൾ വിഷ്വലൈസേഷൻ, ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്തിട്ട് നമ്മൾ ആ മെഡിറ്റേഷൻ എൻഡ് ചെയ്ത് എഴുന്നേറ്റ് പോകുക. പിന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സ് എന്താക്കി എന്ന് നോക്കാം എന്ന് വിചാരിക്കരുത്. പണ്ട് ഞാൻ ചെടി നട്ടിട്ട് എനിക്ക് എത്ര പ്രായം അറിയത്തില്ല, കുഞ്ഞായിരുന്നു. അപ്പോൾ ചെടി എവിടെയെങ്കിലും കൊണ്ടുവന്ന്, ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അന്നേ. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ചെടി കൊണ്ട് നട്ടിട്ട് എന്നും പോയി ഞാനത് പിഴുതു നോക്കും, അതിന് വേര് വന്നോന്ന് അറിയാനായിട്ട്. റോസയുടെ കമ്പായിരുന്നു അമ്മ പറയുന്നത് കേൾക്കാം. കയ്യിൽ മുള്ളൊക്കെ കൊണ്ട് കയറും, എങ്കിലും എന്നും അത് പൊക്കി നോക്കിയിട്ട് വേര് വന്നെന്ന് നോക്കും. അങ്ങനെ എന്നും ഇങ്ങനെ പൊക്കി നോക്കി വേര് വന്നെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ചെടിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് വളരെ നല്ലതുപോലെ കിളിക്കുമോ, അതോ അത് നശിച്ചു പോകും? അത് ഉറപ്പായിട്ടും നശിച്ചു പോകും അല്ലേ? ആ വേര് പിടിക്കുവാൻ അതിനെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അതിനെ എന്നും എടുത്തു നോക്കുന്നു, മണ്ണിൽ നിന്ന് ഇളക്കുന്നു, പിന്നെയും തിരിച്ചു വെക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേര് പിടിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു വിഷ്വലൈസേഷൻ ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തായി അവിടെ യൂണിവേഴ്സ് എന്താക്കി, എന്തെങ്കിലും നടക്കുന്നോ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. അത് ഉറപ്പായമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. ഇപ്പൊ ഒരു ചെടി നട്ടു, ആ ചെടിയെ കിളിക്കുവാനായിട്ട് വിടുക. അതിന് വേണ്ടുന്ന വെള്ളവും അതിന് വേണ്ടുന്ന വളവും ഒക്കെ ചെയ്യാം. പക്ഷെ അതിനൊരു സമയമുണ്ട്. അതിന് വേര് വരണം. വേര് വന്നിട്ട് വെള്ളം ഇട്ടാലും ഫലമുള്ളൂ. വേര് വരുന്നതിന് മുമ്പോട്ടൊരു റോസാക്കമ്പിന് നിങ്ങൾ വളം ഇട്ടാലോ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് ഉണങ്ങിപ്പോവും. കാരണം അത് അബ്സോർബ് ചെയ്യാൻ വേര് വന്നിട്ടില്ല. വേര് വരേണ്ട സമയം കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നൊരു മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. നിങ്ങൾ ആദ്യം തന്നെ എല്ലാ ടെക്നിക്കുകളും എല്ലാ മെത്തേഡുകളും ആരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറില്ല. എത്ര നമ്മൾ കോച്ചിങ് ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് തന്നെ എനിക്ക് ഡെയിലി എത്ര വട്ടം മെസ്സേജ് അയക്കുമെന്ന് അറിയാമോ? മാഡം ഇത് ഇങ്ങനെയാണോ, ഞാൻ ഇങ്ങനെയാണ് ചെയ്തൊന്ന് നോക്കണേ. അവർക്ക് പേടിയാണ്, ഇതിനകത്ത് എന്തെങ്കിലും ഇനി ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇനി എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിക്കുമോ? അങ്ങനെ ഒന്നും വരില്ലടോ. നിങ്ങൾ എഴുതുന്ന വാക്കിലോ ഒന്നുമല്ല, നിങ്ങളുടെ ഫീലിങ്സ് ആണ് യൂണിവേഴ്സ് നോക്കുന്നത്. നിങ്ങൾ എഴുതിയ വഴിക്കൊരു വാക്ക് തെറ്റിയാലും നിങ്ങളുടെ മനസ്സിലെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ കറക്റ്റ് ആണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തന്നെ തരും. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, നിങ്ങൾക്കൊരു പുതിയൊരു തലമാണ് മാനിഫെസ്റ്റേഷൻ എന്നറിയാം. പക്ഷെ പേടിക്കാതെ നിങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, വശീകരണമാണോ നമ്മൾ ചെയ്യുന്നത്? വശീകരണം എന്നതും അട്രാക്ഷന്റെ മലയാള വാക്കാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്ന വശീകരണം വേറെയാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ഫീലിങ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ 2 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട്, നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ട് പോസിറ്റീവ് ആയിരുന്നു കൊണ്ട് ചിലപ്പോൾ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ ചിലര് ഞാനിത് എഴുതാറുണ്ടോ, ഒന്നും നടക്കുന്നില്ല, അവർക്കൊരു ജോലി വേണം, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ഇല്ല, എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നില്ല. ഇന്റർവ്യൂ കോൾ വരണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യണ്ടേ? അപ്ലൈ ചെയ്തില്ല. അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പലപ്പോഴായിട്ട് നിങ്ങൾ ന്യൂസ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. അതും കൂടെ യൂണിവേഴ്സ് ചെയ്യില്ല, അത് നിങ്ങളാണ് ചെയ്യേണ്ടത്.
അതിന് നിങ്ങൾ സെർച്ച് ചെയ്യണം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞ് ബുക്കിനകത്ത് എഴുതി വെച്ചു, ഞാൻ മെഡിറ്റേഷൻ ചെയ്തു, അതിനൊക്കെ യൂണിവേഴ്സ് കൈക്കൊണ്ട് തരും. പണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ലോട്ടറി അടിച്ചായിരുന്നെങ്കിൽ ദൈവം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എനിക്കൊരു വീട് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും കേട്ടോ. പക്ഷെ ഒരു ദിവസം ഞാൻ ബസ്സിൽ പോകും, ഇത് ഞാൻ കുഞ്ഞൊന്നുമല്ല വലുതായപ്പോഴത്തെ കാര്യമാണ്, ഒരു 10-12 വർഷത്തിന് മുമ്പ്, ഒരു 14 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഞാൻ ബസ്സിൽ പോകുമ്പോഴും ആലോചിക്കുന്നത്, ലോട്ടറി ഞാൻ എടുത്തിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ലോട്ടറി പോലും എടുത്തിട്ടില്ല. പക്ഷെ ലോട്ടറി അടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ലോട്ടറി എടുക്കാണ്ട് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? യൂണിവേഴ്സ് നിങ്ങളാണ് എന്ത് ചെയ്യുക? ഒരാൾ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് പറയും എനിക്ക് ഇന്നത് തരണേന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ അവരെ കളഞ്ഞിട്ട് പോകും, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തോന്നിട്ട് പോകും അല്ലേ? അത് തന്നെയാണ് യൂണിവേഴ്സും ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻസ് തരും. പല യൂട്യൂബ് വീഡിയോസും നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത് നിങ്ങളുടെ യൂട്യൂബിന്റെ ആ ഒരു തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിടക്കുന്നതെന്ന് നോക്കുക. അതിനർത്ഥം നിങ്ങൾ ആ ഒരു എനർജി ലെവലിലാണ്. വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ വൈബ്രേഷൻ പോകുന്നത്. പക്ഷേ ഫുൾ ന്യൂസുകളാണ്. പല ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു, 14 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചു, 12 വയസ്സുകാരൻ 14 വയസ്സുള്ള കൊച്ചിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അമ്മ മോനെ വെട്ടിക്കൊന്നു, മോൻ അമ്മയെ വെട്ടിക്കൊന്നു, ഇങ്ങനെയുള്ള ന്യൂസുകളാണോ? നിങ്ങൾ നെഗറ്റിവിറ്റിയിലാണ്. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ടെക്നിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കിയിട്ട് ഒന്ന് നോക്കിക്കേ, ഇപ്പൊ തന്നെ നോക്കിക്കേ എന്താണ് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസ് ഒന്ന് നോക്കിക്കേ. ഇല്ലേ, ന്യൂസ് ആണോ? എന്താണ് വരുന്നത്? ന്യൂസ് ആണോ? ആ ന്യൂസിനകത്ത് എത്ര പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നത് കൊണ്ടോ നടക്കില്ല. നിങ്ങളുടെ പാർട്ട് കൂടി കിട്ടണം. നിങ്ങൾക്കൊരു ജോബാണ്, നിങ്ങളുടെ ജോബ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യണം. ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂ കോൾ ലെറ്റർ വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് പോകണം. പോയിട്ട് എന്തെങ്കിലും പറയാനും കൂടെ അറിയണം അല്ലേ? നിങ്ങൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും നിങ്ങളുടെ പ്രസന്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ജോലി നല്ല പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന്? എത്ര പേർക്ക് മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. മനസ്സിലായോ? ഓക്കെ. ഞാനത് യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഈ ക്ലാസ്സിന്റെ ഓഡിയോ മാത്രമായിട്ട്. അപ്പോൾ എൻ്റെ ഓഡിയോ മാത്രമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലായി എഴുതുക നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നിങ്ങൾക്ക് എവിടെയായിരുന്നു ഗ്യാപ്പ് ഉള്ളത്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനകത്ത് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ വീഡിയോ, യൂട്യൂബിലേക്കുള്ള വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.